നമസ്കാരം. ലോകത്തിന്റെ മുൻപിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പ്രവർത്തനം തുടങ്ങിയിട്ട് അതിന്റെ രണ്ടാം ഘട്ടം ഈ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു. 740 കപ്പലുകൾ അടുക്കുകയും 15 ലക്ഷത്തിലേറെ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് വിഴിഞ്ഞം ലോക മാരിടൈം ഭൂപടത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. വികസനത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ കൈവരിച്ചുകൊണ്ട് വിഴിഞ്ഞം അതിൻ്റെ കുതിപ്പ് തുടങ്ങിയെന്ന് വേണം പറയാൻ. അതായത് ഇത്രയും കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ഇത്രയും കപ്പലുകൾ, ഏറ്റവും ആഴമേറിയ അടിയിറക്കമുള്ള വലിയ കപ്പലുകൾ, ഇടത്തരം കപ്പലുകൾ, അങ്ങനെ ഒരു 740 കപ്പലുകൾ അടുക്കുകയും 15,40,000-ഓളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു അത്ഭുതമാണ്, ഒരു നേട്ടമാണ്. ആ നേട്ടം കൈവരിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ടാം ഘട്ട വികസനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. രണ്ടാം ഘട്ട വികസനം എന്ന് പറഞ്ഞാൽ 800 മീറ്റർ ദൈർഘ്യമുള്ള ബെർത്ത് അത് 2000 മീറ്ററായി വിപുലപ്പെടുത്തും. അതുപോലെ തന്നെ ഏതാണ്ട് 4 കിലോമീറ്ററോളം ബ്രേക്ക് വാട്ടർ പുലിമുട്ട് ഇടുന്നു. അപ്പോൾ ഇതിനൊക്കെയുള്ള സ്ഥലങ്ങളും മറ്റുമൊക്കെ കടൽ നികത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വികസനത്തിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു രണ്ടാം ഘട്ടം ഉദ്ഘാടനം നടന്നത്. ഇതിനകം തന്നെ കണ്ടെയ്നറുകൾ വന്ന GST വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് 110 കോടിയോളം സർക്കാരിന് ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വലിയ കുതിപ്പിലേക്ക് വിഴിഞ്ഞം പോകുന്നെങ്കിലും ഇത് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ഈ വരുന്ന ഇപ്പോൾ 15 ലക്ഷം കണ്ടെയ്നറുകൾ കപ്പലുകളിൽ വന്ന് അവിടെ ഇറങ്ങി മറ്റ് കപ്പലുകളിൽ അത് പോവുകയും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരികയും പുറത്തു നിന്ന് അകത്തേക്ക് കണ്ടെയ്നറുകൾ വരികയും ചെയ്താലേ ഇതിൻ്റെ ഈ വികസനത്തിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീലിംഗ് സാധാരണ ജനങ്ങൾക്കും നമുക്കും ലഭ്യമാകും. അപ്പോൾ അതിന് ഈ രണ്ടാം ഘട്ടം പൂർത്തിയാകും. ആ പൂർത്തിയാകുന്നതിന് പുറമെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനം. ഇപ്പോൾ തന്നെ ഈ വളരെ ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ക്രെയിനുകൾ വരികയും അതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുകയും ഒക്കെ ചെയ്ത് വളരെ വേഗതയിലായിരുന്നു. എന്നാൽ ഇതിൻ്റെ വികസനം സാധാരണ തലങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അപ്പോൾ അത് റോഡ് റെയിൽ സൗകര്യങ്ങൾ വേണം, അടിപ്പാത വേണം, ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള റിംഗ് റോഡുകൾ വേണം, കണ്ടെയ്നറുകൾ വരികയും പോവുകയും വേണം. ഇപ്പോൾ നമ്മൾ ഈ വികസനത്തിൻ്റെ ഒരു ഭാഷ്യം നമ്മൾ കേട്ടാൽ ഭയന്നു പോകും. അതായത് 15 ലക്ഷം കണ്ടെയ്നറുകൾ വന്നിരിക്കുന്നു, അത് കപ്പലിലേക്ക് തന്നെ തിരിച്ച് ട്രാൻസ്ഷിപ്മെൻറ്റ് വഴി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വശങ്ങളിലേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ ഇത് പുറത്തേക്ക് വരികയും പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ വലിയൊരു വികസനം, ഈ നഗരത്തിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വലിയ വികസന കുതിപ്പായി ഭാവിയിൽ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഈ വിഴിഞ്ഞം ഇങ്ങനെ വികസന സ്വപ്നങ്ങൾ കാണുകയും പറയുകയും ചെയ്യുമ്പോൾ തുടക്കത്തിൽ 1-2 കാര്യങ്ങൾ ഈ വിഴിഞ്ഞം കരാറിലുണ്ടായിരുന്നു. വിഴിഞ്ഞത്തോട് തൊട്ട് കിടക്കുന്ന മത്സ്യബന്ധന തുറമുഖം കേരളത്തിലെ തെക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് ആലപ്പുഴ തൊട്ട് തെക്ക് തൂത്തൂർ കുളച്ചൽ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ മൺസൂൺ കാലത്ത് വിഴിഞ്ഞത്ത് കേന്ദ്രീകരിച്ചാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ഫിഷിംഗ് ഹാർബറാണിത്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിപുലമായി വികസിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ആധുനിക ഫിഷിംഗ് ഹാർബർ നിർമ്മിച്ച് നൽകാമെന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ലാഞ്ചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വളരെ പരമകഷ്ടമാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരത്ത് തന്നെ വർക്കല തൊട്ട് തൂത്തൂര് വരെ, അതായത് ഏതാണ്ട് 12.5 സ്ക്വയർ കിലോമീറ്ററിൽ 2.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഈ തീരത്തോട് ചേർന്ന് ഉപജീവനം നടത്തി ജീവിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ കടലും അതിൻ്റെ സുരക്ഷിതത്വവും അവരുടെ ജീവിതവും ഒക്കെ വളരെ പ്രധാനമാണ്. കടലാക്രമണങ്ങളായാലും കടൽക്ഷോഭമായാലും മത്സ്യബന്ധനത്തിനുള്ള സൗകര്യമായാലും വിപണനത്തിനുള്ള കാര്യങ്ങളായാലും ഒക്കെ വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ 4 കിലോമീറ്ററോളം മണ്ണിട്ട് വീണ്ടും കടൽ നികത്തുകയാണെങ്കിൽ ഈ കടലിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സങ്ങൾ ഉണ്ടാവുകയും വടക്ക് ഭാഗത്തേക്ക് വെള്ളത്തള്ളലുണ്ടാകുകയും തീരശോഷണം ഉണ്ടാകുകയും കടലാക്രമണം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ ചെറുത്തു നിൽക്കുന്ന തരത്തിലുള്ള ആധുനികമായ ഒരു ഹാർബർ ഇവിടെ പടുത്തുയർത്തി ആ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ സ്വയം പര്യാപ്തമായി നിലനിർത്തുവാൻ വേണ്ട ശ്രമങ്ങൾക്ക് എന്തുകൊണ്ട് ഇതേ വേഗം വരുന്നില്ല? ഇതാരും ഈ ചോദ്യം ഉന്നയിക്കുന്നില്ല, അവർ പോലും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഇതിന് തൊട്ട് കിടക്കുന്ന ഫിഷ് ലാൻഡിംഗ് സെൻറ്ററും ഒരു പുതിയ തുറമുഖവുമാണ് മുതലപ്പുഴയിലുള്ളത്. അത് ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഒരു തുറമുഖമല്ല എന്നാണ് ഈ മേഖലയുമായി അനുഭവ പരിജ്ഞാനമുള്ള മത്സ്യത്തൊഴിലാളികളും പാരിസ്ഥിതിക ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അവിടെ ഇനി എത്ര കല്ലിട്ടാലും എത്ര പുലിമുട്ട് ദൈർഘ്യം വർദ്ധിപ്പിച്ചാലും അവിടെ ഈ തിരയടിയും
കടൽ അപകടവും കൂടിക്കൂടി വരികയുള്ളൂ. ഏതാണ്ട് 68 പേരിലേറെ ജീവൻ ബലിയർപ്പിച്ചു കഴിഞ്ഞു ഇതിനുള്ളിൽ, കടലാക്രമണത്തിൽ, കടലപകടത്തിൽ. അപ്പോൾ അങ്ങനെ അവിടുത്തെ ആ അശാസ്ത്രീയ നിർമ്മിതി ഒരു പ്രായോഗികമല്ല. ഇത്തരം ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് വിഴിഞ്ഞത്ത് ഒരു ആധുനികമായ ഹാർബർ വരുമെന്നും അതിനുള്ള ഫണ്ട് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നും നമുക്ക് അറിവുള്ളത്. പക്ഷേ എന്തുകൊണ്ട് അവരത് തുടങ്ങുന്നില്ല? അത് തുടങ്ങാതിരുന്നാൽ പുതിയ ബ്രേക്ക് വാട്ടർ പദ്ധതിയുമായിട്ട്, പുതിയ വാർഫ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കടൽ നികത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഴിഞ്ഞം തൊട്ട് വർക്കല വരെയുള്ള കടൽ തീരങ്ങളിൽ കടലാക്രമണവും മത്സ്യബന്ധനത്തിന് തടസ്സവും ഉണ്ടാകും. അപ്പോൾ നമ്മൾ വികസനം വരുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ അദാനി തുറമുഖം വന്നു. ആ തുറമുഖം വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടുത്തെ സ്കൂളുകൾ, സ്ത്രീ ശാക്തീകരണം, വയോജനങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ, ആരോഗ്യരംഗത്ത് നിരവധി കാര്യങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് സ്കില്ലിംഗ് മേഖലയിൽ നിരവധി കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തില്ലെന്നല്ല, ഇതൊക്കെ ചെയ്യുകയും അവർക്ക് സ്ത്രീകൾക്ക് വേണ്ട തൊഴിൽ നൽകുകയും അതുപോലെ തന്നെ പരമ്പരാഗതമായി ചിപ്പിയെടുക്കുന്ന തൊഴിലാളികൾക്കും ഒക്കെയുള്ള ആനുകൂല്യങ്ങളും അവർക്കുള്ള നഷ്ടപരിഹാരങ്ങളും ഒക്കെ ചെയ്തില്ല എന്നല്ല. പക്ഷേ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇവിടെ ഒരു ആധുനിക ഹാർബർ നിർമ്മിച്ചു നൽകണം. ഈ കടൽ ക്ഷോഭത്തെയും ഈ പ്രകൃതിയെയും ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്ന പുലിമുട്ടുകളെ കടൽ നികത്തുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തള്ളലിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ആധുനിക ഹാർബർ ഉണ്ടാകുകയും സുഗമമായി മത്സ്യബന്ധനം നടത്തി അതിൻ്റേതായ രീതിയിൽ ഇത് വിപണനം ചെയ്യുവാനും അവരുടെ സ്ത്രീകൾക്ക് ഇത് വിൽപ്പന നടത്തുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഈ സ്വപ്നം മനോഹരമായിരിക്കും. ഈ വിഴിഞ്ഞത്തിൻ്റെ വികസന സ്വപ്നത്തോടൊപ്പം ഇവരുടെയും ജീവിതം മെച്ചപ്പെടും. എന്ന് വെച്ചാൽ ഈ വിഴിഞ്ഞം തൊട്ട് തൂത്തൂര്, പൊഴിയൂര്, പൂന്തുറ ഇവിടെയെല്ലാം ചാളകൾ ഇട്ട പോലെ കൊച്ചു കൂട് പോലുള്ള വീടുകളിൽ തൊട്ട് കിടക്കുന്ന വീടുകളിൽ ഇപ്പോഴും അവിടെ വികസനത്തിൻ്റെയോ ഒന്നുമില്ലാതെ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശമായി തന്നെ നിലനിൽക്കുകയാണ്. ഇതിന് മാറ്റം വരണമെങ്കിൽ ഈ ആധുനിക ഹാർബറും അതിൻ്റെ വിപണന സൗകര്യങ്ങളും എല്ലാം സർക്കാർ മുൻകൈ എടുത്ത് മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് അതിനകത്ത് കാണേണ്ട കാര്യം.